തിരുവനന്തപുരത്ത് വെഞ്ഞാറമൂട്ടിൽ അഫാൻ എന്ന ചെറുപ്പക്കാരൻ അതിക്രൂരമായി കൊലപ്പെടുത്തിയ കാമുകി ഫർസാനയുടെ വീട്ടിലേക്ക് റിപ്പോർട്ടിംഗിന് ചെല്ലേണ്ടി വന്ന മീഡിയ വൺ റിപ്പോർട്ടർ മുഹമ്മദ് ആഷിഖ് കാണിച്ച വകതിരിവ് എടുത്തു പറയേണ്ടതാണ്. മുഹമ്മദ് ആഷിഖിന്റെ റിപ്പോർട്ടിംഗ് വീഡിയോ ഒന്ന് കണ്ടുവരാം. തനിയ ഫർസാനയുടെ വീട് ഈ കാണുന്ന വഴി കുറച്ചങ്ങ് നീങ്ങിയാൽ കാണാവുന്നതാണ്. ക്യാമറ അങ്ങോട്ട് കൊണ്ടാകാത്തത് ബോധപൂർവമാണ്. അങ്ങോട്ട് ക്യാമറയുമായി ചെന്ന് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു അന്തരീക്ഷമല്ല അവിടെ നിലനിൽക്കുന്നത്. വീടിന്റെ മുറ്റത്തോട്ട് കയറുമ്പോൾ ആ വീട്ടിലെ ഉമ്മയുടെ തേങ്ങിക്കരച്ചിലാണ് കേൾക്കാൻ കഴിയുന്നത്. നമ്മൾ അവിടെ വിവരം അന്വേഷിച്ചപ്പോൾ ഫർസാനയുടെ പിതാവ് തളർന്നു വീണതിനെ തുടർന്ന് ആശുപത്രിയിലേക്ക് മാറ്റിയേക്കുകയാണ്. കൊച്ചനുജൻ ആണുള്ളത് നമ്മളുമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കാൻ കഴിയുന്നത്. ജ്യേഷ്ഠത്തി ഇന്ന് വൈകുന്നേരത്തോടു കൂടി ട്യൂഷന് പോവുകയാണ് എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി എന്നാണ് പറയുന്നത്. നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ അഫാനും ഈ പറയുന്ന അനുജനും തമ്മിൽ ചെറിയ സംസാരവും ഉണ്ടായിട്ടുണ്ട് ജ്യേഷ്ഠത്തിയെ കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ. സ്വന്തം മകളുടെ മരണത്തിൽ ദുഃഖഭരിതമായിട്ടാണ് ആ വീട് ഇരിക്കുന്നത്. തേങ്ങി കരയുകയാണ് ആ വീടിന്റെ സാഹചര്യം. അങ്ങോട്ട് ഏതെങ്കിലും തരത്തിൽ വിവരങ്ങൾ തിരക്കാൻ കടന്നു ചെല്ലുന്നതിൽ ഒരു പരിമിതിയുണ്ട് എന്നുള്ളതാണ്. ആ വീട്ടിലേക്ക് ക്യാമറ കൊണ്ടുപോകാത്തത് ബോധപൂർവമാണ്. ക്യാമറയുമായി കടന്നു ചെന്ന് റിപ്പോർട്ട് ചെയ്യാവുന്ന സാഹചര്യമല്ല അവിടെ ഉള്ളത്. കൊല്ലപ്പെട്ട ഫർസാനയുടെ ഉമ്മ തേങ്ങി കരയുകയായിരുന്നു. വാപ്പ സങ്കടം സഹിക്കാനാവാതെ തളർന്നു വീണിരുന്നു. ആ സമയത്ത് ഫർസാനയുടെ കുടുംബാംഗങ്ങളോട് സംസാരിക്കാൻ ആഷിഖ് ശ്രമിച്ചില്ല. എന്നാൽ ചില മാധ്യമപ്രവർത്തകർ ഫർസാനയുടെ സഹോദരന്റെ പ്രസ്താവന ക്യാമറയിൽ ചിത്രീകരിക്കാൻ ശ്രമിച്ചു. ഫർസാനയുടെ സഹോദരൻ അമൽ മുഹമ്മദാണ് നമുക്കുള്ളത്. ഫർസാന എന്താ സംഭവിച്ചതെന്ന് വല്ല ഈ അഫാനെ അറിയോ? ഇവിടെ വന്നിട്ട് കല്യാണമൊക്കെ തീരുമാനിച്ചു? ഇല്ല. ഓക്കെ, അതിനകത്ത് പിന്നെ സഹോദരനാണ് സംസാരിച്ചത്. ഇവിടെ ഈ പഠിക്കുന്ന വിവരങ്ങൾ പറഞ്ഞു. അപ്പം ഈ അഫാൻ വന്ന് വിവാഹം കഴിച്ച് നൽകാമോ എന്ന് ചോദിച്ചിരുന്നു. അതിന് വീട്ടുകാർ സമ്മതവും. ഫർസാനയുടെ സഹോദരൻ ആ പാവത്തിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. സംസാരിക്കാൻ താല്പര്യമില്ലെന്നവൻ പലതവണ പറയുന്നുണ്ടായിരുന്നു. എന്നിട്ടും മാധ്യമപ്രവർത്തകർക്ക് പിന്തിരിയാനുള്ള ഉദ്ദേശമുണ്ടായിരുന്നില്ല. റേറ്റിംഗിന് വേണ്ടി എന്തും ചെയ്യുന്ന കഴുകന്മാരുടെ കൂട്ടമായി മാധ്യമപ്രവർത്തകർ മാറുന്ന കാഴ്ച ഇതിനു മുൻപും പലതവണകളായി കണ്ടിട്ടുണ്ട്. ദിലീപ് കേന്ദ്ര കഥാപാത്രമായി അവതരിപ്പിച്ച സൊലെ എന്ന സിനിമയെക്കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും. സിനിമയുടെ തിരക്കഥാകൃത്ത് കലവൂർ രവികുമാർ ഒരു മാസികയിൽ ജോലി ചെയ്യുമ്പോഴുണ്ടായ അനുഭവമാണ് സിനിമയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. മരിക്കാറായി കിടക്കുന്ന ഒരു പ്രശസ്ത എഴുത്തുകാരൻ അയാളുടെ ബന്ധുക്കളെ പാതിരാത്രി വിളിച്ച് മരിച്ചോ എന്ന് ചോദിക്കേണ്ട ഗതികെട്ട അവസ്ഥ. ഏതൊരു മേഖലയിൽ എന്ന പോലെ മാധ്യമ പ്രവർത്തനത്തിലും സാങ്കേതിക മുന്നേറ്റം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. എന്നാൽ അപ്പോഴും ഒന്നാമതെത്താൻ വേണ്ടി മനുഷ്യത്വം മറന്ന് ജോലി ചെയ്യേണ്ട ഗതികേട് വിട്ടുപോകുന്നില്ല. പക്ഷേ കരഞ്ഞു തകർന്നിരിക്കുന്ന ബന്ധുക്കളുടെ നേരെ മൈക്ക് നീട്ടിപ്പിടിച്ച് എന്തെങ്കിലും പറയിപ്പിക്കാനായി പെടാപ്പാടുപെടുന്ന അത്തരം പരിചയസമ്പന്നരായ മുതിർന്ന മാധ്യമപ്രവർത്തകർ മുഹമ്മദ് ആഷിഖിനെ കണ്ടുപഠിക്കണം. പുതിയ തലമുറയിലെ കുട്ടികളിൽ അക്രമവാസന ഏറിവരുന്നു എന്ന രീതിയിലുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടന്നു വരുന്നത്. പുതിയ കാലത്തെ ഒരു പ്രധാന പ്രശ്നത്തെ അതിന്റെ പ്രാധാന്യത്തോടെ തന്നെ ചൂണ്ടിക്കാണിക്കേണ്ടതുണ്ട്. അത് മാധ്യമങ്ങളിലെ വയലൻസ് ആണ്. മൊബൈൽ ഡിജിറ്റൽ ഉപകരണങ്ങളിലൂടെ കാണുന്ന ഫിൽറ്റർ ചെയ്യാത്ത കണ്ടന്റുകൾ കുട്ടികളെയാണ് 10 മടങ്ങ് സ്വാധീനിക്കുന്നത്. വെർദർ ഇഫക്ട് എന്നൊരു സംഗതിയുണ്ട്. ഗൊയ്ദയുടെ 1774 പുറത്തിറങ്ങിയ ദി സോറോസ് ഓഫ് ദി വെർദർ എന്ന നോവലിൽ നിന്നാണ് ഈ പദത്തിന്റെ ഉത്ഭവം. നോവലിൽ വെർദർ എന്ന യുവാവിന് ഒരു സ്ത്രീയോട് പ്രണയം തോന്നുന്നു. പക്ഷേ പല കാരണങ്ങൾ കൊണ്ടും അയാൾക്ക് അവരെ കല്യാണം കഴിക്കാൻ പറ്റാതെ വരികയും അതിന്റെ വിഷമത്തിൽ വെർദർ സ്വന്തം ജീവൻ എടുക്കുകയും ചെയ്യുന്നു. യൂറോപ്പിൽ ഈ പുസ്തകം പുറത്തിറങ്ങിയ ദിവസം ആത്മഹത്യകളുടെ ഒരു പരമ്പര തന്നെ ഉണ്ടായി. ചിലർ മരിക്കുമ്പോൾ വെർദറിന് സമാനമായ രീതിയിൽ വസ്ത്രം ധരിച്ചിരുന്നു. ചിലർ വെർദർ ചെയ്തതുപോലെ സ്വന്തം ജീവൻ എടുക്കാൻ പിസ്റ്റൾ ഉപയോഗിച്ചു. ചിലർ മരണസമയത്ത് പുസ്തകത്തിന്റെ ഒരു പകർപ്പ് കയ്യിൽ കരുതി. ഒടുവിൽ യൂറോപ്പിൽ ഈ പുസ്തകം നിരോധിക്കുക തന്നെ ചെയ്തു. കുട്ടികൾ കാണുന്ന കണ്ടന്റുകൾ നിരന്തരം മുതിർന്നവർ നിരീക്ഷിക്കേണ്ടതുണ്ട്. കാരണം കുട്ടികൾ അറിഞ്ഞോ അറിയാതെയോ കാണുന്ന കണ്ടന്റുകൾ അവർ മിമിക് ചെയ്യുന്നത് സ്വാഭാവികമായ കാര്യമാണെന്ന് ഓർക്കുക.